ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ വേറൊരു ഭാഗത്തു നിന്ന്, അതായത് എല്ലാ തവണയും നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് കാണിക്കാറ്, അതായത് റോഡിലൂടെ വരുന്നതാണ് കാണിക്കാറ്. ഇന്ന് നമ്മളെ വീടിൻ്റെ ഒരുപാട് എല്ലാവരും ചോദിച്ച സ്ഥലമാണ് ഇത്. പാടത്താണ് വീട്, പാടമല്ലത് പക്ക പറമ്പാണ്. ഇതൊക്കെ ഓരോരോ ആളുകൾ വാങ്ങി വെച്ചിട്ടുള്ള പ്ലോട്ടായിട്ടുള്ള ഏരിയയാണ്. നമ്മുടെ വീട് നിൽക്കുന്ന 6 സെൻറ്റ് സ്ഥലത്താണ്. അതാണ് നിങ്ങളീ കാണുന്നത്. ഇത് നമ്മുടെ ലിയോയുടെ കൂടാണ്, പട്ടിക്കൂടാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു ഭവനം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ ഓരോ കാര്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് കാണുന്നവർക്കല്ല, പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മുൻപ് കണ്ടവർക്ക് ഒരു വിരസത തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ വേറൊന്നുമല്ല, ഇതിലെല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ വീടിൻ്റെ വർക്കുകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. തുടക്കം മുതൽ, അതായത് തറപ്പണി സ്ഥലം വാങ്ങിയത് മുതൽ, സ്ഥലത്ത് ഉണ്ടായിരുന്ന മരം മുറിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ വീട്. കണ്ട 2 നില തോന്നിക്കുന്ന ഒരു വീടാണ്, പക്ഷേ ഒറ്റ നില വീടാണ്. അതായത് മൊത്തം നമുക്ക് 1450 സ്ക്വയർ ഫീറ്റാണുള്ളത്. നമ്മുടെ വീട് 950 സ്ക്വയർ ഫീറ്റാണ് താഴെ വരുന്നത്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കിണറുണ്ട്. ഈ കിണറിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ വലിയ കിണറാണ് ശരിക്ക്. അത് നമ്മൾ ചെറിയ കിണറാക്കി മാറ്റിയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഗ്രില്ലൊക്കെ, ഇതൊക്കെ നമ്മൾ വലിപ്പം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുള്ളതാണ് അല്ലേ. ഇതിൽ വലിയ ആഴം എന്ന് പറഞ്ഞാൽ 28 റിങ്ങാണ് നമ്മുടെ കിണറിൻ്റെ വരുന്നത്. ഈ ഒരു വീതിയിലാണ് നമ്മുടെ കിണറുള്ളത്. അതിന് നമ്മൾ വലിപ്പം കുറച്ചിട്ട്, നമ്മൾ ഈ കുട്ടികളോടൊക്കെ നമ്മൾ കിണർ കാണല്ലേ, അതിക്ക് കയറി നോക്കല്ലേ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് നമുക്കൊരു പേടി ഉളവാക്കുന്ന രീതിയിലല്ലേ നമ്മൾ പറയുന്നത്. അതില്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും കിണറ്റിക്ക് നോക്കിയാലും വിഷയമല്ല, ഒരു പേടിയില്ലാത്ത രീതിയിലാണ് നമുക്ക് കിണർ ഉള്ളത്. ഇതൊക്കെ നമ്മൾ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ജനലിൻ്റെ പഴയ കട്ട നമ്മൾ സെക്കൻഡ് വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് പണിക്കൂലി അടക്കം 1600-1700 രൂപേൻ്റെ അടുത്താണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോരോ ഘട്ടമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്, പടവൊക്കെ ചെയ്തിട്ടുള്ളത് ബാബുവേട്ടനാണ് നമ്മുടെ സ്ട്രക്ചർ വരെ കരാറെടുത്തിട്ടുള്ളത്. അതായത് പടുക്കുന്നത് ബാബുവേട്ടൻ എന്ന ആളാണ്. ബാബുവേട്ടൻ അനിലേട്ടനാണ്, ശരിക്കും അനിലാണ് പേര്. അവരാണ് നമ്മുടെ കരാറെടുത്തത് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഇതിങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വേണം, അതായത് വിരൽ കൊണ്ട് ഇങ്ങനെ തേക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഇതിപ്പോൾ സാൻഡർ ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട്. അതായത് ഇടയിൽ കൂടെയൊക്കെ നമ്മളിത് കാവിയും സിമെൻറ്റും കൂടി മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ളതാണ്. അതായത് കാവിയും സിമെൻറ്റും അടിക്കാൻ നമ്മൾ ഈ പുറത്തെ വർക്ക് മൊത്തം ഇതിൽ കൈ വെച്ച് ഹോൾ അടയ്ക്കുന്നത് സിമെൻറ്റ് പോലെ, അതായത് വെട്ടലിൻ്റെ ആ കളർ പോലെ ആക്കിയെടുക്കുന്നതിന് നമുക്ക് 20,000 രൂപയാണ് വന്നിട്ടുള്ളത്. അത് ഈ ബോർഡർ അടക്കം കേട്ടോ. ഈ പുറത്തുള്ള ബോർഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ബോർഡറുകളുണ്ട് സിമെൻറ്റിൽ വെച്ചിട്ടുള്ളത്. അതൊക്കെ ചെയ്യുന്നതിനാണ് നമുക്ക് 20,000 രൂപയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഉള്ളിൽ നമുക്ക് തേക്കാൻ വന്നിട്ടുള്ളത്, ഉള്ളിൽ നമ്മൾ മുഴുവൻ തേച്ചിട്ടുണ്ട്, അതിന് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് 70 രൂപയാണ്. മൊത്തം 90,000 രൂപയാണ് പണിക്കൂലി മാത്രം വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു വിൻഡോ കണ്ടില്ലേ നിങ്ങൾ, വൈറ്റ് തീമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ജനൽ ഇതും വൈറ്റാണ്, ഇതും വൈറ്റാണ്. അതായത് ബോർഡറുകൾ വരുന്ന ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ വൈറ്റ് തീമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഴമയുള്ള ഒരു വീടാണെങ്കിലും നമ്മളതിൽ പല കാര്യങ്ങളും നമ്മളതായിട്ടുള്ള പ്ലാനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാനോ എഞ്ചിനീയറോ അങ്ങനെയൊന്നുമില്ല, എല്ലാം നമ്മൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും. അതിൽ അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീട് ചെയ്യുന്ന പല ആളുകളും എന്നോട് അഭിപ്രായം പറഞ്ഞുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ ഒരു വീടും സമ്മതിക്കില്ല. അത് പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് പൊതുജനത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും അതിൽ വന്നിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയുന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഞാനത് എൻ്റെ കൺസെപ്റ്റാട്ടോ. അതായത് എനിക്ക് പല ആളുകളും പറഞ്ഞ അഭിപ്രായമാണ്, നമുക്കും അങ്ങനെ വന്നിരുന്നു.
ഓടിട്ട വീട് ഉണ്ടാക്കുമ്പോൾ പലരും ചോദിച്ചിരുന്നു എന്തിനാ ഈ ഓടിട്ട വീട് ഉണ്ടാക്കുന്നത്, അതൊരു നല്ല ശീലമല്ല, അതൊരു നെഗറ്റീവാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. നമ്മുടെ ആഗ്രഹത്തിൽ അങ്ങനെയായിരുന്നു, നെഗറ്റീവ് ഓടിട്ട വീട് തന്നെ ആവണം, ഒരുപാട് വലിപ്പം ഉണ്ടാവണം, ബെഡ്റൂം ആവരുത്. ബെഡ്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള ബേ വിൻഡോ ഉണ്ടത്. എല്ലാ ബെഡ്റൂമിലും ഇതേപോലെ പുറത്തേക്കുള്ള ഒരു ബേ വിൻഡോ ഉണ്ട്. മുകളിൽ നിങ്ങളൊരു ബാൽക്കണി കാണാം. അത് നമ്മുടെ മേലെ, അത് ബാക്കിൽ എന്താ പറയുക, ഹാളിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ളൊരു സാഹചര്യമാണ്. അത് നമ്മൾ ബാത്റൂമിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് വരുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെത്. അതിൻ്റെ തൊട്ട് മേലെയായിട്ടാണ്. അത് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റിൽ നമ്മുടെ വീട്ടിലാകെ 4 സ്ഥലത്താണ് കോൺക്രീറ്റ് ഉള്ളത്. ഒന്ന് ഈ ചെറിയ ബാൽക്കണി, പിന്നെ ഒന്ന് നമ്മുടെ ബാത്റൂമിൻ്റെ മുകളിൽ, 2 ബാത്റൂമിൻ്റെ മുകളിൽ, പിന്നെ ഒരു ഇതും എന്താ പറയുക, ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട്, അതിലും കോൺക്രീറ്റാണ്. 5 ഉണ്ട്. മേലെ നമ്മളെ ചിമ്മിനി, അതായത് ടാങ്ക് വയ്ക്കാനും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ കയറി വരുമ്പോൾ ഈ ജനലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം പല പല കളർ ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. മജന്ത, പച്ച, മഞ്ഞ, നീല, വെള്ള. ഈ ഒരു ഗ്ലാസ്സിനൊക്കെ നമ്മൾ പണ്ട് കൊട്ടാരങ്ങളിലുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആവണം, പഴയ ഒരു രീതിയായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിന് എക്സ്പെൻസ് ഉണ്ട്. ഇതിന് നമുക്ക് 65 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരിക. മഞ്ഞയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 80 രൂപയാണ്, പച്ചയ്ക്ക് 55 രൂപയാണ്, നീലയ്ക്ക് 55 രൂപയാണ്, വൈറ്റിന് 40 രൂപയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ ലിയോ ഞാൻ എന്ത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ ഈ ഫ്രണ്ടിൽ വരുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ ഇത് മാറ്റ് ഫിനിഷാണ്. അതായത് നമ്മൾ പെട്ടെന്ന് വഴിക്കൊന്നും വീഴാത്ത ടൈപ്പ്, അതായത് ഉരം ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ ഈ ടൈൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്. 37 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത്. അതായത് ഫ്രണ്ടിലുള്ള ഈ ഒരു മരത്തിൻ്റെ ഡിസൈൻ മാത്രം നമുക്ക് 37 രൂപ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് ഇതിൽ നമുക്ക് പണിക്കൂലി വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെയാണ് നമ്മുടെ ആദ്യം പ്ലാനിലുണ്ടായിരുന്നത്. ഇത് മൊത്തം സിറ്റ് ഔട്ടായിരുന്നു. അതിലാണ് പിന്നെ നമുക്കിതൊരു കുഞ്ഞൊരു കാർ പോർച്ച്, പക്ക കാറ് മൊത്തം കൊള്ളില്ല, എന്നാലും കുറച്ച് ഭാഗം മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു കാർ പോർച്ചാണ് വരുന്നത്. പിന്നെ നീളത്തിലൊരു നട, അതായത് സ്റ്റെപ്പ് നീളത്തിലായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് നമ്മൾ നേരെ കയറി അടുത്ത വേറെ സ്റ്റെപ്പ്, മൊത്തം 3 സ്റ്റെപ്പാണ് വരിക. അതായത് വരവ് ചെലവ് അങ്ങനെ എന്തോണം കണക്ക്. എനിക്കതിൻ്റെ കറക്റ്റ് അറിയില്ല കേട്ടോ. അതായത് ഇത്ര പടി വേണമെന്നോ അങ്ങനെ എന്തൊക്കെയോ കണക്കുണ്ട്. അങ്ങനെയുള്ളതാണിത് സ്റ്റെപ്പ് വരുന്നത്. ഇതൊരു മരം വിരിച്ചിട്ട മാതിരി തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതാവുന്നുണ്ടെന്ന് ഉറപ്പില്ല. അത് വിചാരിച്ച് ഞാൻ മരത്തിൻ്റെ ഭയങ്കര കൊതിയനോ, അതായത് ഭയങ്കര മരത്തിൻ്റെ ആളന്നെ ആവണോ, അങ്ങനെയൊന്നും കൺസെപ്റ്റിലല്ല നമ്മൾ ചെയ്ത്. നമ്മളൊരു പഴമ ഫീൽ ചെയ്യണം, അതിന് ഒരു മരത്തിൻ്റെത്. അതിന് ഞാൻ വേറൊരു സംഭവം കാണിച്ചത്. ഇതിപ്പോൾ ഈ കിടക്കുന്ന ഈ ചങ്ങല, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ആട്ടുതൊട്ടിലിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. ഇത് 280 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. 6 കിലോൻ്റെയാണ് അതിൻ്റെ കമ്പിയുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ വെട്ടലിൽ മിനുസപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാടൊന്നും മിനുസപ്പെടുത്തിയില്ല. ഒരുപാട് മിനുസപ്പെടുത്തുന്നവർ ശ്രദ്ധിക്കുക, ഒരുപാട് എക്സ്പെൻസ് ആവും. നമ്മൾ ചിന്തിച്ചോടത്തൊന്നും നിൽക്കില്ല. പിന്നെ പലരും വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ തേക്കാത്ത വീടിന് ഒരുപാട് എക്സ്പെൻസ് ആവും എന്നൊക്കെ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ ചിലവ്. അനാവശ്യമായിട്ട് എക്സ്പെൻസ് നമ്മൾ ചിലവാക്കില്ല എന്ന് നമ്മൾ വീട്ടിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നമുക്ക് ചിലവാവില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുക, പല കാര്യങ്ങളിലും ആർഭാടം എന്നുള്ളൊരു ചിന്താഗതി വീടിൻ്റെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ പല കടകളിലും കയറുമ്പോഴും എങ്ങനെ അവർ നമ്മുടെ കയ്യിലുള്ള പൈസ അവരുടെ പോക്കറ്റിലേക്ക് ആക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് വിചാരിച്ച് അവരെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. എല്ലാവരും അവനവൻ്റെ കാര്യം, അത് സേഫ് ആവാൻ എല്ലാ കടകളും അവർക്ക് അവരുടെ കാര്യങ്ങൾ ഉഷാറാവാനാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കേണ്ടത് അനാവശ്യമായിട്ട് ചിലവാക്കില്ല. 100% ഉറപ്പിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ അനാവശ്യമായിട്ട് 1 രൂപ നമ്മളുടെ അടുത്ത് നിന്ന് ഇറങ്ങില്ല. നമ്മൾ ഈ ഫാബ്രിക്കേഷൻ്റെ ഡോറ് ഇത് വെക്കാനുള്ള പ്രധാന കാരണം, നമ്മുടെ മരത്തിൻ്റെ ഡോറാണെങ്കിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എൻ്റെ പല ഫ്രണ്ടിൻ്റെ വീട്ടിൽ മരത്തിൻ്റെ ഡോറൊക്കെ വയ്ക്കും. എന്നിട്ട് അത് ഫ്രണ്ടിൽ മാത്രം പോളിഷ് ചെയ്യും. ബാക്കിയുള്ള ബാക്കിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ, ഒന്ന് ചുമന്ന കളർ, അല്ലെങ്കിൽ കാപ്പി കളർ, അല്ലെങ്കിൽ വൈറ്റ് കളർ, ഇങ്ങനെയൊക്കെ അടിച്ച് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫാബ്രിക്കേഷൻ്റെ ഡോർ വയ്ക്കാമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത് 9-10 വർഷത്തോളമായിട്ട് ഫാബ്രിക്കേഷൻ്റെ ഡോറുണ്ട്. അത് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ഒരു മഴക്കാലത്തും ഇത് പൊള്ളയ്ക്ക് വീർത്ത് വരികയെ തുറക്കാൻ പറ്റാത്ത രീതിയോ അങ്ങനെയൊന്നും ഒരു പേടിയും പഠിക്കേണ്ട, വരില്ല. അതങ്ങനെയാണ്. മരം അങ്ങനെയല്ല, പൊള്ളച്ച് വരും. നിർബന്ധമായിട്ടും മഴക്കാലത്ത് ഇത് ജീർണിക്കും, അടയ്ക്കാൻ പറ്റില്ല, ടൈറ്റാവും. പിന്നെ ഒരു ആശാരിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെറുതാക്കണം. അതൊക്കെ ഒരു ചൊറ പിടിച്ച പരിപാടിയാണ്.
അങ്ങനെയാണ് ഈ ഒരു വൈറ്റ് തീം തന്നെ ആയിക്കോളും. പിന്നെ അതിന് എക്സ്പെൻസ് കൊടുക്കേണ്ട, എക്സ്ട്രാ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ചാർജ് വേണ്ട, അതൊക്കെ ഒരു മെച്ചമാണ്. ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടിപ്പോയാലും നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല. പൊട്ടില്ല, അത് ഞാൻ 100% ഉറപ്പ് തരാം. കാരണം നമുക്കത് അത് വിചാരിച്ച് ഞാൻ അതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അത് ഫാബ്രിക്കേഷൻ്റെ ഡോറിന് വെക്കണം അങ്ങനെയൊന്നും ആരോടും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പല ഇത് വേണമെങ്കിൽ മരത്തിൻ്റെ ഡിസൈൻ കിട്ടും. മരത്തിൻ്റെ ഡിസൈൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ ഒരു 200 രൂപേൻ്റെ അടുത്ത് മാറ്റം വരും. ഇതിപ്പോൾ നമുക്കൊരു ഡോർ വെക്കുന്നതിന് ഇപ്പോൾ ഗ്ലാസ് ഇല്ലാതെ, ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ 1000 ഉറുപ്പിയോ അങ്ങനെ എന്തോ ആണ്, 900 തോന്നുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ ഞാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഞാൻ കോഴിക്കോട് പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതെങ്ങനെ കിട്ടണമെന്നും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അറിയേണ്ടവർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇതിൻ്റെ കളർ ഗ്ലാസിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഭാഗം ഇത് കണ്ടില്ല നിങ്ങൾ, ഇവിടെ മുകളിൽ ഫുൾ ഓടാണ്. ഓട് കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഫ്രണ്ടിൽ എന്നോട് പല ആളുകളും പറഞ്ഞിരുന്നു, എന്തിനാടാ ഈ ഫ്രണ്ടിൽ നമുക്കൊരു പാത്തി വെക്കേണ്ടതെന്നൊക്കെ. പാത്തി വെക്കാത്തതിൻ്റെ മെയിൻ കാരണം, ഞാൻ എൻ്റെ വീട് നിങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും. ഇതും എന്നോട് പല ആളുകളും പറഞ്ഞതാണ്, ഓടിൻ്റെ മേലെ പെയിൻ്റ് അടിക്കണം എന്നുള്ള കാര്യം പലരും പറഞ്ഞതാണ്. ഓട് നമുക്ക് ഏകദേശം 45 വർഷം പഴക്കമുള്ള ഓടാണ്. ഫെറോക്കത്തെ ഓടാണ്. ഒരൊറ്റ കമ്പനിയാണ്, ചെന്നൈയിൽ നിന്നാണ് നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത്. 20 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇറക്കി തരാൻ, വീട്ടിൽ ഇറക്കി തരുന്നതിന് 20 രൂപയാണ് നമ്മൾ ഒരു ഓടിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പെയിൻ്റ് അടിക്കണ്ട എന്നുള്ള ഉദ്ദേശം നമുക്ക് തന്നെയായിരുന്നു. പെയിൻറ്റ് നമ്മൾ വാട്ടർ വാഷ് നമ്മൾ തന്നെയാണ് ചെയ്തത്. വാട്ടർ വാഷ് നമ്മൾ തന്നെ ചെയ്തു എന്ന് പറയാൻ കാരണം, അത് അവർ ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഓടിന് നമ്മൾ 5 രൂപ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ വാഷ് മെഷീൻ വാങ്ങണം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കണം. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പുതിയതൊന്ന് വാങ്ങണം. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും കഴുകാനുണ്ടാവും, അത് കഴിഞ്ഞ് വണ്ടി കഴുകാനുണ്ടാവും. ഈ കാര്യങ്ങൾക്കൊക്കെ ആകെ 7000 രൂപയാണ് ഇതിന് വരിക. ഇതൊരു പ്രൊമോഷനല്ല, അതായത് നിങ്ങൾക്കൊരു ഇതിനൊന്നല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എനിക്കിതൊരു നഷ്ടമായി എന്ന് തോന്നുന്നു. കാരണം ഞാൻ ആ വാട്ടർ വാഷ് വാങ്ങി വാടകയ്ക്ക് എടുത്താൽ തന്നെ ഒരു 4 ദിവസം കൂടി പോകും. 4 ദിവസം വന്നു കഴിഞ്ഞാൽ 2000 രൂപയായി. പിന്നെ നമുക്ക് അങ്ങനെ എക്സ്ട്രാ കുറേ ആവശ്യങ്ങളുണ്ടായിരിക്കും. എനിക്ക് പല കാര്യങ്ങൾക്കും വാട്ടർ വാഷ് ഒരു ദിവസത്തിന് 500 രൂപ വാടക കൊടുക്കണം. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ബെറ്റർ നമ്മൾ അതൊന്ന് വാങ്ങായിരിക്കും. അടവിന് വാങ്ങിയാലും നമുക്ക് നഷ്ടം വരില്ല. കാരണം നമ്മളെ വീട് എങ്ങനെയാലും ഒരു കൊല്ലത്തിനടുത്ത് പണി തന്നെ വരും. ഈ ഒരു കൊല്ലം കൊണ്ട് അതിൻ്റെ അടവ് തീരും. അപ്പോൾ ഇപ്പോൾ ബജാജൊക്കെ നമുക്ക് ഇതില്ലാതെ, പലിശയൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം. പക്ഷേ അത് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിക്കുണ്ടാവും. ഇത് ഓടിൻ്റെ ഇവിടെ നമ്മൾ ഓട് കാണും. അതേപോലെ ഈ ഭാഗത്ത് നമ്മൾ ഓട് കാണും. ഈ ഓട് കാണുമെന്ന് നിങ്ങളോട് പറയുന്നത് കാരണം ഓട് ഇനി കാണാത്ത ഭാഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓട് കാണുന്നതന്നെ പറയുന്നത്. ഇത് നമ്മൾ സീൽ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത്, ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു, ഇതൊക്കെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടെങ്കിൽ ഒരു ഗ്യാപ്പൊക്കെ, അതൊക്കെ എന്താണെന്നുള്ളത് മേലെ പോകുമ്പോൾ കാണിച്ചു തരാം. നേരെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ വാതിൽ നമ്മളൊരു ടൈപ്പ് വാതിലുണ്ടാക്കി കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ലോക്കൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്, വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ പഴയൊരു സീലിങ്ങൊക്കെ എടുത്ത് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഉള്ളിലേക്ക് വന്നുള്ള കാഴ്ച. ഹാളിൽ നേരെ മേലെ നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മുടെ മച്ച് ഫുൾ മരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. മരത്തിൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. എന്നാൽ പലരും പറയും ഭയങ്കര എക്സ്പെൻസ് ആയിട്ടില്ല. ഏകദേശം 1.10 നമ്മുടെ മൊത്തം എക്സ്പെൻസ്. അതായത് ഒരു നിലം മുഴുവൻ തന്നെ എന്ന് പറയാം. കാരണം 1950 നമ്മളെ താഴത്തെ സ്പേസ് എന്ന് പറഞ്ഞു. എങ്ങനെയാലും ഒരു 1200 അടുത്ത് സ്ക്വയർ ഫീറ്റ് ഈ മച്ചാണുള്ളത്. ഫുൾ മച്ചാണ്, മരത്തിൻ്റെ മച്ചാണ് എല്ലാ ഭാഗത്തും കൂടി. ഇതിപ്പോൾ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ കാഴ്ച നിങ്ങൾ കണ്ടു. ഉള്ളിലേക്ക് നിങ്ങൾ ആ കളർ ഗ്ലാസിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ഈ ഒരു കൺസെപ്റ്റിലാണ്, ഈ ഒരു കാര്യത്തിനാണ് ഞാൻ ഈ കളർ ഗ്ലാസ് വാങ്ങിയിട്ടുള്ളത്. കളർ ഗ്ലാസിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ പറയും ഭയങ്കര എക്സ്പെൻസാണ് കാര്യങ്ങൾ, അതൊക്കെ ഞാൻ കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇതിനൊരു ജനൽ കർട്ടൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇതിലൊരു കർട്ടൻ്റെ ആവശ്യം വരുന്നില്ല. കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി ഇവിടെ നിലനിൽക്കില്ല, അത് കട്ടായി പോകും. അപ്പോൾ അത് ആ ഒരു ഉദ്ദേശം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. അനാവശ്യമായിട്ട് കർട്ടനൊന്നും വേണ്ട, നമ്മളെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഉള്ളിലേക്ക് കാണില്ല, പുറത്തേക്കും കാണില്ല, അങ്ങനത്തെയാണിത് ജനൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്. ബേ വിൻഡോയിൽ ഇങ്ങനെ ചാരിയിരുന്ന് പുസ്തകമൊക്കെ വായിച്ചിരിക്കുക. നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കണം അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണമെങ്കിലൊക്കെ ചാർജ് ചെയ്യാനുള്ള പോയിൻ്റ് ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് കണ്ടതായിരുന്നു. കറണ്ടിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളോട് ഞാൻ പലതവണ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായിട്ട് കറണ്ടിൻ്റെ വയറോ കാര്യങ്ങളൊന്നും എക്സ്പെൻസ് പോവാത്ത രീതിയിൽ വയർ 2 വേ സ്വിച്ച് നമ്മുടെ വീട്ടിൽ എവിടെയില്ല. ബെഡ് സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം
അനാവശ്യമായിട്ട് നമുക്ക് കറണ്ട് വയറിങ് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിൽ നമുക്കൊരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ഇതാണ്. ഈ ടൈലൊക്കെ നമ്മൾ ടൈലിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ ടൈല് നമുക്ക് 29 രൂപ 50 പൈസ സ്ക്വയർ ഫീറ്റിന് കിട്ടിയിട്ടുള്ളതാണ്. അത് നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അത് പ്രാവർത്തികം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതിനെങ്ങനെയാണ് 29 രൂപ 50 പൈസ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ടൈല് കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ ഈ മരത്തിൻ്റെ ഡിസൈൻ, ഇതൊക്കെ ഗ്ലോസി ഉണ്ടോ, ഗ്ലോസി ടൈലാണ്. നമ്മളങ്ങനെ പോയത് ടൈല് വാങ്ങാൻ പോയത് പെട്ടെന്നൊരു ടൈല് കടയിൽ പോയി വാങ്ങുകയല്ല ചെയ്ത്, ഒരുപാട് കടകളിൽ അന്വേഷിച്ച്. അപ്പോഴാണ് നമ്മൾ ടൈല് കടയിൽ പോകുന്ന സമയത്ത് ഓടിച്ചെന്ന് ടൈല് വാങ്ങുന്നതിനോട് ഞാനത്ര യോജിപ്പില്ല. നേരെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷോപ്പിലാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ മിനിമം അവരൊരു 32, 33 ആ റേഞ്ചിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. മിനിമം എങ്ങനെയായാലും 30, 31, 32 ആ റേഞ്ചിലേക്ക് പോകും. അതും അവർ പറയും സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറയും. സ്റ്റാൻഡേർഡ് നമുക്ക് പ്രീമിയം ക്വാളിറ്റി തന്നെ വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് തന്നെ കൂട്ടാം. സ്റ്റാൻഡേർഡും പ്രീമിയം തമ്മിൽ യാതൊരു മാറ്റമില്ല, അതാരും പേടിക്കണ്ട. കാരണം പ്രീമിയം എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മൈന്യൂട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടാണെങ്കിലാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അതൊന്നും നമുക്ക് കാണുക പോലുമില്ല. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് അല്ല, അത് പ്രീമിയം തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാനും വൈഫും കൂടി പോയി നോക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ആവരുത്, നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പെൻസ് ആയിരിക്കണം. അപ്പോൾ അതിന് എങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവർ ഗോഡൗണിക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർ പറഞ്ഞു അനാവശ്യം ഒരുപാട് ടൈല് ഞങ്ങളോട് ചോദിക്കരുത്, അവിടെയുള്ള ടൈൽ എന്താണോ അതേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഒരുപാട് ടൈല് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധനം കിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അന്വേഷിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈലിടുന്ന അവരോട് ചോദിച്ചപ്പോൾ അവർ നമുക്കുള്ള ഈ കോട്ടിയാടൊന്നും അതിൽ ഉൾപ്പെടുത്തിയില്ല. കോട്ടിയാടൊന്നും പെടുത്താതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 700 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു ഏരിയ കവർ ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു, ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ ബെഡ്റൂം ഓരോ കളറാക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ വന്നപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 29 രൂപ 50 പൈസ ചിലവ് വരുന്നുള്ളൂ. അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 1 രൂപ 2 രൂപ കൂടിയാൽ എന്താ കുഴപ്പമെന്ന് വിചാരിക്കും. പക്ഷേ 1 രൂപ കൂടുക എന്ന് പറയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആയ 1000 രൂപ കൂടി അവിടെ. 2 രൂപ പറഞ്ഞാൽ 2000 ആയി, 3 രൂപ പറഞ്ഞാൽ 3000 ആയി. നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും ഒരു വലിയ കഥയല്ലല്ലോ. കടക്കാരനെ നിങ്ങളോട് പറയും ഒരു സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിന് ഇതിനാണെങ്കിൽ 32 മറ്റേനാണെങ്കിൽ 34 2 റുപ്യ കൂടുതലുള്ളൂ പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക 2 റുപ്യല്ലേ കൂടുതലുള്ളൂ, അതിനെന്താ കുഴപ്പമെന്ന്. ഒരു കാര്യങ്ങൾ ചിന്തിക്കുക, 8 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ടൈല്, അതായത് 4x2 ഒരു ടൈല് 8 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല. അത് നിർബന്ധമാണ്. അത് ടൈലിൻ്റെ കണക്കിൽ 8 സ്ക്വയർ ഫീറ്റ് വരില്ല. പക്ഷേ കണക്ക് കൂട്ടുമ്പോൾ അത് 8 സ്ക്വയർ ഫീറ്റ് എന്നാണ് കണക്ക് കൂട്ടുക. ഇതൊക്കെ അതിൽ നമുക്ക് നഷ്ടം വരുന്ന കാര്യങ്ങളാണ്. ഞാനത് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു ടൈലിടുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതാണ്. എക്സ്പെൻസ് നമ്മളുടെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ പോകുന്നുള്ള കാര്യം നമ്മൾ പോലും ചിന്തിക്കില്ല. ഒന്നാമത് നമ്മളെ സ്ട്രക്ചർ കഴിയാൻ, അതായത് വീടിൻ്റെ ഒരു സ്ട്രക്ചർ കഴിയാൻ പെട്ടെന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം കണ്ണ് തുറക്കണതിന് മുന്നേ സംഭവം പൊന്തും. അപ്പോൾ നമ്മൾ നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ കഴിയില്ല. കാരണം വീടിൻ്റെ പണി കഴിയണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ബാക്കി പണികളാണ്. അതിൽ നമ്മൾ കാണാത്ത പണിയാണ് ഈ ടൈല് പണി, വയറിങ്, പ്ലംബിങ്. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കാണാത്ത പണികളാണ്. ഒക്കെ നുറുങ്ങ് പണിയാണ്. പക്ഷേ ഇതൊക്കെ എക്സ്പെൻസ് ആവും. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം എക്സ്പെൻസ് ആവും. പിന്നെ ഇൻറ്റീരിയർ ഉണ്ട്, കുറേ പരിപാടി, കുറേ ചിലവാണ്. നമ്മൾ എക്സ്പെൻസ് നമ്മൾ ചിന്തിക്കുന്നോടത്തൊന്നും നിൽക്കില്ല. അപ്പോൾ നമ്മൾ പരമാവധി പ്ലാൻ ചെയ്യുക, നമ്മൾ ആലോചിക്കുക, പരമാവധി നിങ്ങൾക്ക് പറ്റുന്നിടത്തൊക്കെ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അവിടെ ഇവിടെ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് ഒരു സംഭവം ചാടിക്കയറി എടുക്കരുത്. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഭയങ്കര ബഡ്ജറ്റ് കുറച്ചു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങളിലും എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്കും ഇത് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ടത് ഇപ്പോൾ ഈ മേലെ കാണുന്ന ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ ഒറിജിനൽ കമ്പിയാണ്. അതായത് 1,26,000 രൂപയ്ക്കാണ് ഞാൻ കമ്പി വാങ്ങിയിട്ടുള്ളത്, അതായത് GI പൈപ്പ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പണിക്കൂലി എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ് നമുക്ക് പണിക്കൂലി വന്നിട്ടുള്ളത്. 50,000 രൂപയ്ക്ക് ആദ്യം ഓർഡർ ഇറക്കി. പിന്നെ ഒരു 5,000 രൂപ, അതായത് 55,000 രൂപയ്ക്ക് നമ്മൾ ഓർഡർ ഇറക്കി. ഏകദേശം ആ ഒരു എക്സ്പെൻസാണ് നമുക്ക് മുകളിലേക്ക് മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. പലരും പറയും വാർപ്പിൻ്റെ വീടിനേക്കാളുള്ള എക്സ്പെൻസ് കുറവാകുമല്ലോ ഓടിറ്റോ. അതൊന്നുമില്ല കേട്ടോ, അതൊന്നും ആരും വിചാരിച്ചുണ്ടാക്കണ്ട. രണ്ടും ഏകദേശം ഒരേ ടാലി ആയിരിക്കും. അതിന് ഇപ്പോൾ ഈ ഒരേപോലെ ഇങ്ങനെ 3-4 ഇതിപ്പോൾ എനിക്ക് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു മേൽക്കൂര ഇങ്ങനെ പൊന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിലേറെ എക്സ്പെൻസ് കുറയും.
നമുക്ക് ഈ കോടിയൊക്കെ വരുമ്പോൾ ഓടും കമ്പി ഇതൊക്കെ ഒരുപാട് എക്സ്പെൻസ് കൂടി വരും. അപ്പോൾ അത് നിങ്ങളില്ല ഓടിട്ട് ചെറിയൊരു ഇതാണെങ്കിൽ ഒറ്റ ഇതേ വരുള്ളൂ, അതായത് ഒരുപാട് എക്സ്പെൻസ് വരില്ല. ഇതിപ്പോൾ 2800 അടുത്ത് നമ്മൾ ഓട് വാങ്ങിയിട്ടുണ്ട്, 2800 അടുത്ത്. അപ്പോൾ ഈ ഒരു കാര്യം അങ്ങനെയാണ്. ഇതിൽ കമ്പിയിലൊന്നും നമ്മൾ ഒരു കോംപ്രമൈസും വരുത്തില്ല, ഒക്കെ പുതിയത് തന്നെയാണ്, എല്ലാ സാധനവും പുതിയത് പഴയത് എന്ന് പറഞ്ഞാൽ വലിയ കഥയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു സംഭവം കണ്ടോ, ഷെൽഫ്, ഈ ഷെൽഫ് മൊത്തം GI പൈപ്പാണ്. പക്ഷേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ നോക്ക്, ഒക്കെ വൈറ്റ്, അതായത് എന്താ പറയുക, ഒക്കെ പുതിയതാണ് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് സാൻഡർ ചെയ്തിങ്ങനെ മിനുസപ്പെടുത്തി, ഇതൊക്കെ സാൻഡർ ചെയ്ത് മിനുസപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയതാണ്, എല്ലാം പുതിയതാണ്. പക്ഷേ ഒരു സത്യാവസ്ഥ പറയട്ടെ, ഈ താഴത്ത് കാണുന്ന ഈ കമ്പി പുതിയതല്ല, പിന്നെ മുകളിലുള്ള ആ കമ്പി പുതിയതല്ല, അത് എനിക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം ഞാനാണല്ലോ അത് വാങ്ങിയത്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പരമാവധി ഈ പഴയ കടകളിൽ നിന്ന് ഒരുപാട് കമ്പികൾ കിട്ടും നമുക്ക്. അത് അവരോട് പറഞ്ഞു വെച്ചാൽ തന്നെ GI പൈപ്പ് കിട്ടും. എൻ്റെ വീട്ടുകാർ പലരും പറയുന്നത്, എടാ അവിടെ നിൽക്കുന്ന വേസ്റ്റ് കമ്പിയൊക്കെ എടുത്ത് നിനക്ക് കൊടുത്താൽ നിനക്ക് അതിൻ്റെ പൈസ കിട്ടില്ലേ. അപ്പം നമ്മളത് ഓൾറെഡി പഴയ സാധനങ്ങൾ കുറേ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള സംഭവം നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടോ, അല്ലാതെ കുറേ എണ്ണം വാങ്ങിക്കൂട്ടി നമുക്കതൊരു പണിയായി മാറരുത്. ഇപ്പം മേലെ കിടക്കുന്ന ഇത് V-ബോർഡ് കണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എക്സ്പെൻസ് ചിലവാക്കി വാങ്ങിയതല്ല, അതൊക്കെ നമുക്ക് വേസ്റ്റേജ് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ അതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലാഭങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ ഈ കാണുന്ന GI പൈപ്പ്, ഈ കാണുന്ന ജനലുകൾ, ഇതൊക്കെ സെക്കൻഡ് സാധനങ്ങളാണ്. നമുക്കത് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റും വരില്ല. കാരണം അത് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ ഒരു ചതുര കഷ്ണം എന്ന് പറയുന്നത് അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പഴയതടയിൽ കൊടുക്കുമ്പോൾ 1 കിലോയിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, പകുതിൻ്റെ അടുത്ത് മാറും. ചില കടകളിൽ 35 രൂപയും ചിലത് 38 രൂപയും. അതെന്താണ് ഈ 35-38 എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, അതായത് 1 കിലോന് 76 രൂപേൻ്റെ അടുത്ത് ഇപ്പോൾ 1 കിലോന് വരുന്നുണ്ട്. അതാണ് നേരെ പകുതിയായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും എക്സ്പെൻസ് നമുക്ക് അവിടെ കുറഞ്ഞു. കുറച്ച് എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കും തോറും അത്രയും നമുക്ക് ലാഭം അവിടെ വരും. പിന്നെ ഈ കാണുന്ന ടൈല് കണ്ടെങ്കിൽ, ഈ കാണുന്ന ടൈല് അടുക്കളയുടെ ഈ മൊത്തം ടൈലിട്ടത് താഴെ എടുക്കണം, പണിക്കൂലി അടക്കം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് 4500 രൂപ വരുള്ളൂ. അതും ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കുറച്ചാണ് ചെയ്തിട്ട്. അത് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരുത്തണ്ട, അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം പക്കാ ക്വാളിറ്റി ഇതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഏതൊരു ഭാഗവും കട്ട് ചെയ്യാതെ ഇടുന്നത് കുറവായിരിക്കും, അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ടൈലിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിപ്പോൾ കണ്ടെങ്കിൽ 4:2 ഒരു ടൈലാണെന്ന് വിചാരിക്കുക. 4:2 ടൈലല്ലത്, ഇത് വരുന്നത് 4:2 ടൈലിൻ്റെ മൂല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂല പൊട്ടുന്നതിൻ്റെ പേരിൽ നമുക്ക് അതിന് ഒരു പീസിന് നമുക്ക് 150 രൂപ വരുള്ളൂ. അതിനു വേണ്ടി അത് പുതിയത് വാങ്ങണമെങ്കിൽ 340-320 രൂപേൻ്റെ അടുത്ത് നമുക്ക് ചിലവുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം എനിക്ക് ഈ ഒരു ഒറ്റ പാറ്റേൺ കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 28 പീസാണ്. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് അതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടോ, ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആ ടൈലാണ് പോയിട്ടുള്ളത്. അതായത് ഇത് കളർ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, അടിയിലൊക്കെ ആ ഷെൽഫാണ് കളറാണ് പോയിട്ടുള്ളത്. അതിന് വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ അവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഇത് ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ നമ്മൾ കൊടുക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനും നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ച് ഒരു ഫാമിലി ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവാത്ത രീതിയിലായിരിക്കണം, എല്ലാവരും എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കണം. ആ ഒരു കൺസെപ്റ്റിലായിരുന്നു ഞാനും വൈഫൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഹാളിൽ എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കണം. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും നമ്മൾ റൂം ഒരുപാട് വലുപ്പമല്ലാതെ നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ തട്ടിത്തടഞ്ഞ് പോവുക. അപ്പോൾ അപ്പോഴേ നമുക്ക് ബന്ധങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ച് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ 2ാമത്തെ ഫ്ലോറിലാണ്. 2ാമത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഞാനും വൈഫൊന്ന് ഇറങ്ങി പോകുന്ന ചിലപ്പോൾ അച്ഛനും അമ്മയും കാണാത്ത സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കുക. ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല, ഓരോ തിരക്കാവും. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എല്ലാവരും മൊബൈലിലാണ്, TV-യിലാണ്, അതായത് ഓരോരോ മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ തിരക്കാണ്. അപ്പോൾ ആകെ കിട്ടുന്ന നിമിഷങ്ങൾ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ നമുക്ക് ഫാമിലിയായിട്ട് വർത്താനം പറയാനൊക്കെ. അത് എൻ്റെ നെഗറ്റീവാണ്, അത് നിങ്ങളെ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ ആ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, പലരും പല ചിന്താഗതിയുള്ള ആളുകളായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിവിടെ കണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പുറത്തേക്കുള്ള കോട്ടിയാടാണിത്. കോട്ടിയാടാണ് ഈ ഒരു ഇതിൽ നമ്മൾ പച്ച പുല്ല് ഇടാനുള്ള ഉദ്ദേശം, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസ് ഇടാനുള്ള പരിപാടിയാണ്.
ഇവിടെ നമ്മൾ 2 ജനൽ കൊടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞ ജനലും ഒരു നീല ജനലും. മഞ്ഞ ജനലിൽ കുറച്ച് പവർ കൂടുതൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് ആ ഗ്ലാസ്സിന് കുറച്ച് വിലയും കൂടുതൽ. ഈ നീല ജനലിന് കുറച്ച് പവർ കുറവാണ്, അതുകൊണ്ട് ഇത് 55ഉം അത് 80ഉം അതിൻ്റെ മാറ്റങ്ങളുണ്ട്. അത് ആ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ആദ്യം ഈ ഒരു പാറ്റേൺ ഇവിടെ കുറച്ചും കൂടി ജനൽ കൊടുത്താൽ മതിയെന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അത് ഓരോ പ്ലാൻ കഴിയുമ്പോഴാണല്ലോ നമുക്ക് തോന്നുക. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കാം, നമുക്കിങ്ങനെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയൊരു സാഹചര്യമുള്ള ഒരു ഏരിയയാണ്. ഇൻവേർട്ടർ ഈ ഭാഗത്ത് വരും കേട്ടോ, അതിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോണി നിങ്ങൾ കണ്ടോ, മുകളിലേക്കുള്ള പഴയ കോണിയാണ്, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള കോണിയാണ്. കോണിയുടെ കൈവരിക്കും 100 വർഷം പഴക്കമുണ്ട്. കോണിയുടെ കൈവരി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാസത്തോളം ഒരു വീട്ടിൽ നടന്നിട്ടുണ്ട്. ആ വീട് പൊളിച്ച് ഒഴിവാക്കിയ വീടാണ്. അത് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ പണിക്കൂലി ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത് 600 രൂപയ്ക്കാണ്, അതായത് മിനുസപ്പെടുത്തി വാങ്ങിയത്. അതായത് ഈ ഒരു സംഭവം വരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒക്കെ ചതൽ പിടിച്ച് പോയെന്ന്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ വാങ്ങിയത് 600 രൂപയ്ക്കാണ്. ഇതിൻ്റെ പണിക്കൂലി ആയത് 500 രൂപയാണ്. ഈ മരം ഇതുണ്ടെങ്കിൽ ഈ കോണി ഉണ്ടോ, അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 900 രൂപയ്ക്ക് കിട്ടിയതാണ്. അത് ഞാൻ പറയുമ്പോൾ നമ്മൾ വാങ്ങുമ്പോഴാണ് അതൊരു എന്താ പറയുക, അവർക്ക് അതൊരു വേണ്ടാത്ത സാധനമായിരിക്കും. ഒരു കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആൻറ്റിക്ക് സാധനമാണ്, ആൻറ്റിക്കിൻ്റെ കടയാണെങ്കിൽ അവർക്ക് അതൊരു വലിയ സംഭവമായിരിക്കും. അല്ലാത്ത ഒരു പൊളിച്ചെടുക്കുന്ന കടയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അവരത് പൊളിച്ച് വേറെ എന്തെങ്കിലും സാധനമാക്കി മാറ്റും. അപ്പോൾ അത് ആക്കുന്നതിന് മുന്നേ നിങ്ങളെ ഇങ്ങനത്തെ വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ എൻ്റെ വീട് പണി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു സംഭവം വാങ്ങിയിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് അത്ര എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്നതിൽ ഞാനത് വാങ്ങിയ സമയത്ത് തന്നെ എനിക്കിതിങ്ങനെ കമ്പായിരുന്നു, എവിടെ വെക്കും എങ്ങനെ കയറ്റും എന്നുള്ള ഉദ്ദേശമായിരുന്നു. കാരണം ഓൾറെഡി എനിക്കും വൈഫിനൊക്കെ പഴയ വീടായിരിക്കണം, പഴയ വീടിൻ്റെ ആ ഒരു രൂപം ഉണ്ടായിരിക്കണം, മച്ചുണ്ടായിരിക്കണം, ആ ഒരു കൺസെപ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു. മച്ചിൻ്റെ കാര്യം ഞാൻ പലതവണ പറഞ്ഞിരുന്നു. മച്ച് ഞങ്ങൾ ഈ ഒരു മച്ചായിരുന്നില്ല പ്ലാനിലുണ്ടായിരുന്നത്, നമ്മുടെ വി ബോർഡായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. വി ബോർഡ് നമ്മുടെ എന്താ പറയുക, നമ്മളെ ആസ്പെറ്റോസിൻ്റെ ഒരു മിശ്രിതം ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പല വീടുകളിൽ അന്വേഷിച്ച് നമ്മൾ സലീമാക്കാൻ്റെ വീട്ടിൽ പോയി കണ്ടപ്പോഴാണ് ഇങ്ങനെ പഴയ മരങ്ങൾ കൊണ്ട്, അതായത് ഇതൊരു 100 വർഷം പഴക്കമൊക്കെ ഉള്ള പല വീടുകളുടെ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരുടെ ഇതിൽ അവരോട് അന്വേഷിച്ച് അങ്ങനെ കിട്ടിയിട്ടുള്ള ഇതാണ്. മുകളിൽ നിങ്ങൾക്ക് കയറി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മേലെ എന്താ ചെയ്തിട്ടുള്ളതെന്ന്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പലകളിങ്ങനെ നിരത്തി കൂട്ടിയ മരമുണ്ട് അല്ലേ, നിരത്തി കൂട്ടിയല്ല, പല ഇത് കാട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഈ ഒരു റൂമിലേക്ക് വരാം. മോൻ്റെ റൂമാണ്. മോൻ്റെ റൂം അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ നീല കളർ അടിച്ചിട്ടുള്ളത്. അവൻ്റെ കളറ്, അതായത് മക്കളുടേതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഒരു ചെറിയ റൂമാണിത്. ഈ റൂം 8x9 എന്നുള്ള സൈസാണ്. അത് വിചാരിച്ച് പലരും പറയും, ഇത് ചെറുതൊന്നുമല്ല, ഭയങ്കര വലുപ്പമാണ്. ചിലർ പറയും, അയ്യോ തീരെ കുറഞ്ഞു പോയി. അത് ഓരോരുത്തരും ഒരു മൈൻഡാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ കുഞ്ഞി റൂമായിരിക്കണം, എപ്പോഴും നമ്മളെ റൂമിൽ എപ്പോഴും ഇങ്ങനെ കൺജസ്റ്റഡ് ആയിരിക്കണം, ആ ഒരു കൺസെപ്റ്റാണ്. കാരണം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 6x7 എൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ്. കട്ടിൽ അതിനായിട്ട് ഉണ്ടാക്കിയെടുത്ത കട്ടിലായിരുന്നു. പക്ഷേ ആ ബെഡ്റൂമിൽ ഞങ്ങൾ 5 കൊല്ലത്തോളം ആ ബെഡ്റൂമിൽ താമസിച്ചു. അതിനൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം അത് മനസ്സിലാവുമെന്നറിയില്ല. അത് ഞങ്ങൾക്ക് അതിനോട് ഭയങ്കര യോജിപ്പായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ബെഡ്റൂമെങ്കിലും വേണം. പിന്നെ ഒരു ഇരുണ്ട ഒരു റൂം ഉണ്ടായിരിക്കണം, എപ്പോഴും വെളിച്ചം കിടക്കാത്തൊരു റൂമായിരിക്കണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ നമുക്കിവിടെ 2 കർട്ടൻ ഇടുകയാണെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും. പിന്നെ ഇവിടെ മോനൊരു അലമാര ഉണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ ഞാൻ കാണിച്ചു തരാം. അടുത്ത ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അതും ഒരു 10x10 ഒരു ബെഡ്റൂമാണ്. 10x10 ബെഡ്റൂം തന്നെയാണിത്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ജനൽ വെച്ചിട്ടില്ല, വയ്ക്കാൻ നാളെ മറ്റന്നാളായിട്ട് തീരും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ 3 കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 കളർ കൊടുക്കാനുള്ള കാരണം ഇതിന് വില കുറഞ്ഞ ജനലുകളാണ്. മറ്റേ മഞ്ഞയും ചുവപ്പതിൽ കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതും എക്സ്പെൻസാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മുടെ അനാവശ്യമായിട്ട് ബഡ്ജറ്റ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. മുകളിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, സീലിംഗ് ആണ്. ബഡ്ജറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് സീലിംഗ് ഒക്കെ ചെയ്ത് നീ എന്തിനാടാ ബഡ്ജറ്റ് കൂട്ടിയത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞു, പല ചിന്താഗതികൾ, പല ആഗ്രഹങ്ങൾ, ഇതാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഈ ടൈലൊക്കെ ഞാൻ പറഞ്ഞു 29 രൂപ 50 പൈസ തന്നെയാണ്. അനാവശ്യ ചിലവുകളില്ല, സാധാരണ ടൈലാണ്. ഇത് ചുമരിൽ കയറ്റാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് കുറഞ്ഞ ചിലവുകൾ വാങ്ങിയാൽ മതി. ഒരുപാട് ബഡ്ജറ്റ് ചിലവാക്കുന്നവരെ സംബന്ധിച്ചിടത്തില്ല, സാധാരണക്കാർ അനാവശ്യമായിട്ട് ചിലവാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലം വേറൊന്നുമല്ല, നമ്മുടെ അടുക്കളയാണ്. അടുക്കളയുടെ മുകളിലേക്ക് ഞാൻ ഇതിൻ്റെ പല കാര്യങ്ങളിൽ കാണിച്ചിരുന്നു. അടുക്കളയുടെ മുകളിലേക്ക് നമ്മളിവിടെ ഒരു മച്ചിലേക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴി ഇതിലൊരു രഹസ്യ വഴിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതിലൊരു ഫോട്ടോ വരച്ചു തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അയ്യോ ഇതാണ് നിങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ അടുക്കളയുടെ മുകളിലേക്കുള്ള വഴി. ഇതിൽ മേലേക്ക് ഒരു രഹസ്യ വാതിലുണ്ട്. ഞാനത് പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് അറിയുകയാണെങ്കിൽ ഏത് ഭാഗത്താണ് എന്ന് പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ വീടിൻ്റെ വലത് ഭാഗമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലത് ഭാഗത്താണോ ഇടത് ഭാഗത്താണോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അറിയുകയാണെങ്കിൽ കേട്ടോ. ഇതിന് നമുക്ക് നമ്മുടെ വീട് നിങ്ങളുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു രഹസ്യ അറ മുകളിലേക്കുണ്ട്. ഒന്ന് കയറി നോക്കുക, വലത് ഭാഗമാണോ ഇടത് ഭാഗമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്താൽ വരുന്നത് നോക്കാം. വലത് ഭാഗത്ത് ബാക്കിൽ ഫ്രണ്ടിൽ, ഇടത് ഭാഗത്ത് ബാക്കിൽ ഫ്രണ്ടിൽ, അങ്ങനെയും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. എന്നിട്ട് ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോയും ചെയ്ത് വരുന്നതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ മച്ചിൻ്റെ കാര്യം എന്നുള്ള കാര്യം. അടുത്തത് നമ്മുടെ താഴെ നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ, ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടില്ല എന്നും, കാരണം ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഒന്നും വരുമെന്ന് ചിലപ്പോൾ ചിലർ കാണുന്നുണ്ടാവില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗം കേട്ടോ. അടുക്കളയുടെ ഈ ചിമ്മിനിയുടെ ഭാഗം ഉണ്ടെങ്കിൽ, ചിമ്മിനിയായിട്ട് ഇവിടെ അടുപ്പൊന്നുമില്ല. നമ്മുടെ ചിമ്മിനി കൊടുക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ടാങ്ക് വെക്കാനുള്ള ഉദ്ദേശത്തിലാണ് ചിമ്മിനി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മച്ചുണ്ട് അടുക്കളയുടെ ഭാഗത്ത്. ഇവിടെ കൈ കഴുകാൻ, പാത്രം കഴുകാനൊക്കെ ഉള്ള ഏരിയ ഈ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ കോണിപ്പടി കയറി. ഒരു പിടി ചെമ്മീനുമാൽ ഏടിപ്പടികൾ കയറി, അപ്പോൾ വീഴാതിരിക്കാൻ കയറിൽ പിടിച്ചു. തോട്ടിയുടെ മകൻ പറഞ്ഞു, വീഴും ശ്രദ്ധിക്കുക, ഓർമ്മയുടെ തീരങ്ങളിലെ അനുഭവങ്ങളും പാളിച്ചകളും വീണ്ടും മറക്കാതിരിക്കുക. ഇത് വെറുതെ നാടകം പോലെ പറഞ്ഞതാണ്, വേറൊന്നല്ല, എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. അത് ഞാൻ പണ്ടെന്നോ പഠിച്ച ഒരു കാര്യം ഇപ്പോൾ ഒന്ന് പറഞ്ഞു, ഒരു കോണിപ്പടികൾ കയറിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇതാണ് നമ്മുടെ ലിയോ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. കിടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ഓരോ പണികൾ എടുക്കുമ്പോൾ ഇങ്ങനെ പെയിൻറ്റ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാ കോണി കണ്ടു, മച്ചിൻ്റെ മേലേക്കുള്ള കാഴ്ച കണ്ടു. മച്ചിൻ്റെ മേലെയുള്ള ഗ്ലാസ് കണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ഒരു ഫ്രണ്ട് ഫ്രീ ആയിട്ട് തന്നതാണ്. കാരണം അത് അവന് ഇതിനെക്കൊണ്ടൊരു ഉപകാരമില്ലാതെ, അത് വേറൊരു വീടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അവർക്കത് ഉപയോഗമില്ലാതെ രീതിയിലായതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു നടവഴിയുണ്ട് കണ്ടെങ്കിൽ, നടവഴി, അതായത് മരം തന്നെ ഇട്ടിട്ടുള്ളത്. ഇത്രയും മരം നമുക്ക് ഇടാൻ അവർക്ക് വന്നുള്ള എക്സ്പെൻസ്, ഈ ഒരു സംഭവം നമ്മൾ വേറെ പറഞ്ഞുണ്ടാക്കിയതാണ്. കാരണം ആദ്യത്തെ പ്ലാൻ ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു കോണി ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിട്ട് കയറാമെന്നുള്ള ഉദ്ദേശത്തിലായി. അതിന് നമുക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് ഇത്രയും മരട്ടേന് കേട്ടോ. ഇവിടെ കണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മച്ചിൻ്റെ മേലുള്ള കാഴ്ച. മച്ചിൻ്റെ മേലെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇത് ഓരോരോ പീസാണ്. അതായത് നമ്മുടെ ജനൽ, വാതിൽ, കട്ടില, അങ്ങനെ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിലാക്കി അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവമാണ്. അതേപോലെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുഞ്ഞൊരു മച്ചുണ്ട്. ഈ മച്ചിൽ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ ഇവിടെ കറണ്ട്, വയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അതേപോലെ അടുത്തൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വയറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെയും ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. ഇത് വേറൊന്നിനുമല്ല, ഇത് നമ്മളെ പ്രൊജക്ടർ വരിക കേട്ടോ. പ്രൊജക്ടർ വരാനുള്ള ഏരിയ ആണ്. അവിടെയാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഒരു സ്പീക്കർ വരിക. ഒരു സ്പീക്കർ ഇവിടെ വരും, ഒരു സ്പീക്കർ ഇവിടെ തന്നെ വരും. അങ്ങനെ 3 സ്പീക്കറാണ് മൊത്തം. 2 in 1. ഇതാ ഈ സാധനം തന്നെയാണത്, അതൊന്ന് പൊടി തട്ടി വെക്കാനുള്ളതാണ്. ഇതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ചുമര്. ഈ ചുമര് ഞാനിതിൽ തിയേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഇവിടെ നമ്മൾ പ്രൊജക്ടറിൽ നിന്ന് അടിക്കും, അടിപൊളിയായിട്ടിരുന്ന് കാണാം. ബാൽക്കണി കയറി ഇരുന്ന് സിനിമ കാണുന്നവർക്കൊക്കെ ഭയങ്കര വൈബായിരിക്കും. ഇവിടെ ഒരു സാധനം ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുൻപ് ഞാനൊരു 100 വർഷം പഴക്കമുള്ള ഒരു മച്ചിൻ്റെ കോണി, അതായത് 10,000 രൂപയുടെ കോണി, അത് നമ്മളിവിടെ വേറൊരു മരമായിരുന്നു വെച്ചിരുന്നത്, മരത്തിൻ്റെ ഡോറായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഞാനത് എൻ്റെ ഒരു കമ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് 6000 രൂപയാണ് ആയത്. പഴയ ഡോറിനെയാണ്. ഇത് തിരുകുറ്റി വാതിലാണ്. തിരുകുറ്റി വാതിൽ, ഇതിൻ്റെ സൗണ്ട് കേട്ടോ, ഈ ഒരു സൗണ്ട് ഉണ്ടാവണം. ഇത് നമുക്ക് ഭയങ്കര താല്പര്യമാണ്, ഒരു പഴഞ്ചൻ ലുക്ക് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ.
അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കണ്ടെങ്കിൽ അടിപൊളി ഒരു ബാൽക്കണി സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ വീടിനെ തള്ളണമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. മേലെ നമ്മളിവിടെ ഒരു ഓടിട്ട അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അടുത്തത് നേരെ ഇവിടെ ഒരു ജാളി കട്ടിങ്. ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ കുഴങ്ങിട്ടോ. ജാളി കട്ടിങ്ങാണിത്. ജാളിയുടെ മൊത്തം കാര്യങ്ങൾ എത്രയൊക്കെ ഉണ്ട്, എക്സ്പെൻസ് എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 35 രൂപയാണ് ഒരു പീസിന് റേറ്റ് വന്നിട്ടുള്ളത്. ഒരു പീസ് ജാളിക്ക് 35 രൂപയാണ്. അതിൻ്റെ പണിക്കൂലി വന്നിട്ടുള്ളത് 2 ദിവസത്തെ പണിക്കൂലി, അതായത് 2400 രൂപ പണിക്കൂലി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒട്ടിച്ച പശയ്ക്ക് നമുക്ക് 2 ചാക്ക് പശ ഏറ്റ വന്നിട്ടുണ്ട്. നമ്മുടെ സിമെൻറ്റ് ടൈലൊട്ടിക്കുന്ന പശയാണ് വരുന്നത്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനലുണ്ട്, ഇവിടെ ഒരു വാതിലുണ്ട്. ഈ വാതിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കാം. 4.5 അടി ഹൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പുറത്തേക്ക് നോക്കാനുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു അടിപൊളി ഒരു കാഴ്ച. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവിധ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ പോയിൻ്റ് അല്ലേ. ഇതിൽ നമുക്ക് ഗ്ലാസ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തലമുട്ടി ഞങ്ങൾ നല്ല സ്ഥലമാണ്, രസമുണ്ടാവും. ഇവിടെ ഒരു ഇതേപോലെ തന്നെ കിളിവാതിൽ കണ്ടങ്ങൾ. ഈ കിളിവാതിലിൽ കൂടെ അങ്ങനെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ച കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഏരിയ. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നിങ്ങനെ വിശാലത ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കണം. ഇത് കണ്ടങ്ങൾ കള്ളിയായിട്ട് ഇത് വേറെ എവിടെ നിന്ന് വരുന്നതല്ല, ഈ ജാളിയിൽ നിന്ന് വരുന്ന ലൈറ്റാണ്. പടിഞ്ഞാറെ സൂര്യൻ കയറി, പടിഞ്ഞാറെ കാറ്റുകൾ കയറി കിഴക്കിലൂടെ സുഖമായിട്ട് സഞ്ചരിക്കാനുള്ള എല്ലാ എയർ പാസേജും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷനിൽ യാതൊരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല. എല്ലാവിധ ഇവിടെ 2 ഡോറാണ് വരിക, പുറത്തേക്ക് തള്ളുന്ന 2 ഡോറാണ് വരിക. അത് നമ്മൾ ആദ്യ പ്ലാനിലുണ്ടായിരുന്നു. അത് പറഞ്ഞുണ്ടാക്കിച്ച ഒരു ജനലാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ സക്സസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മേലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 കളർ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തൊരു നീല കളറും മേലെ ഒരു നീല കളർ ഇവിടെ അതാക്കുന്നു. താഴത്തൊരു നീല കളറും മേലെ ഒരു വെള്ള കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, വെള്ള കളർ ഉണ്ടായിരുന്നു, അത് താഴത്തേക്ക് പൊട്ടിപ്പോയി, കയ്യിൽ നിന്ന് പോയി മക്കളെ. അതിനെനിക്ക് വന്നിട്ടുള്ള ചിലവ് 80 രൂപ കേട്ടോ ഒരൊറ്റ പീസിന് ജനലിന്. ഇത് ഈ കട്ടിൽ വെക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പണ്ട് അമ്പലത്തിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ, ഹൈറ്റ് തീരെ കുറഞ്ഞിട്ടായിരിക്കും. ഇതിപ്പോൾ 4.5 അടി ഉണ്ട്. അമ്പലത്തിൽ ഇത്തിരി ഹൈറ്റ് ഉണ്ടാവില്ല. അത് ഈ എന്തെങ്കിലും ഒരു വൈബുള്ള ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് റിസ്ക് എടുക്കണം. പെട്ടെന്നാണ് ഓടി ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു ദിവസം ഉണ്ടാവില്ല. പിന്നെ തലയൊക്കെ ഒന്ന് മുട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ പിന്നെ എപ്പോഴും ആലോചിക്കും, എൻ്റെ തല അവിടെ മുട്ടിയാണല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാനേക്ക് കയറി കാണിച്ചു തരാം. ഇതിലിങ്ങനെ കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി നേരെ ഇവിടെ ഒരു ജനലുണ്ട്. ഈ ജനലിൽ കൂടെ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് കാണാം. ഒരുപാട് കാഴ്ചകൾ, ആരൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ കാണാം. ഇവിടെ ലിയോ വണ്ടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല,